തമിഴകത്തിനു പുറത്തും നിരവധി ആരാധകരുള്ള താരമാണ് വിജയ്. ബോക്സ് ഓഫീസിൽ മാജിക് കാണിക്കുന്ന താരവുമാണ് വിജയ്. തുടക്കത്തിൽ നിരവധി വിമർശനങ്ങൾ നേരിട്ട താരവുമാണ് വിജയ്. പ്രതിസന്ധികളെ തരണം ചെയ്ത വിജയിയെക്കുറിച്ച് നടൻ വിശാൽ ഒരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകളാണ് വീണ്ടും ചർച്ചയാകുന്നത്. കോളേജ് കാലത്ത് വിജയ് നേരിട്ടതിനെക്കുറിച്ച് ധാരണയുണ്ട് എന്ന് ഒരു പഴയ അഭിമുഖത്തിൽ വിശാൽ വ്യക്തമാക്കിയിരുന്നു. വിജയ് അന്ന് കോളേജിൽ എൻ്റെ സഹോദരൻ്റെ സീനിയറായിരുന്നു. സിനിമയിൽ വിജയ് അരങ്ങേറിയപ്പോഴുള്ള ദുരനുഭവത്തെക്കുറിച്ചും വിശാൽ ഓർക്കുന്നു. വിജയുടെ മുഖം കാണാൻ എന്തിന് തിയേറ്ററിൽ പൈസ ചെലവഴിക്കുന്നു എന്നാണ് ഒരിക്കൽ ഒരു മാസിക എഴുതിയതടക്കമുള്ള ഭീകരാവസ്ഥകൾ നേരിട്ടിരുന്നു. സിനിമയിൽ നിന്ന് വിജയ് പിന്മാറിയില്ല. സിനിമകൾ കുറച്ച് വിജയ് ചെയ്തതിന് ശേഷം അതേ മാസിക പോസിറ്റീവായും എഴുതി. അതാണ് വിജയുടെ വിജയം. വിജയ് ഉയരങ്ങളിലേക്ക് പോകുന്നത് സാക്ഷിയാകാൻ തനിക്ക് കഴിഞ്ഞെന്നും വിജയം എളുപ്പമായിരുന്നില്ല എന്നും അതിനായി പ്രയത്നിക്കുകയായിരുന്നു എന്നും വിശാൽ വ്യക്തമാക്കിയിരുന്നു. ദളപതി വിജയ് നായകനായുള്ള ചിത്രമായി ദ ഗോട്ടാണ് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ദ ഗോട്ടിൻ്റെ ചിത്രീകരണം പൂർത്തിയാക്കിയതിന് ശേഷം വിജയ് രാഷ്ട്രീയ പ്രവേശനം പ്രഖ്യാപിച്ചേക്കുമെന്നാണ് ചില മാധ്യമങ്ങളുടെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും 2024 പകുതിയോടെ തന്നെ താരം രാഷ്ട്രീയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അടുത്തിടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ തമിഴകത്ത് താരം ശ്രദ്ധയാകർഷിക്കുകയും ചെയ്തത് രാഷ്ട്രീയ പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വിജയ് മക്കൾ ഇയക്കം എന്ന തൻ്റെ ആരാധക സംഘടന രാഷ്ട്രീയ പാർട്ടിയായി മാറ്റാനാണ് വിജയ് ഉദ്ദേശിക്കുന്നത് എന്ന് നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായതായും വൻ ചർച്ചയായിരുന്നു. വിജയ് മക്കൾ ഇയക്കത്തിൻ്റെ പ്രവർത്തകരെ ചെന്നൈയിൽ വിജയ് കാണുകയും രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിൻ്റെ ചർച്ച നടത്തുകയും ചെയ്തതായി വാർത്തകളുണ്ടായിരുന്നു. പിന്നീടാണ് രാഷ്ട്രീയ പാർട്ടി പ്രവേശനത്തെക്കുറിച്ച് ചർച്ചകൾ സജീവമായത്. പാർട്ടി രൂപീകരിക്കുന്നതിൻ്റെ നടപടികൾ ഇതിനകം തുടങ്ങിയതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.